ഏയ്, ഗോപുന്റെ ഡ്രൈവർ അല്ലേ? ഗോപു ഇന്നലെ വരാന്ന് പറഞ്ഞു, കണ്ടില്ല. എന്താ ടൂർ വല്ലതും പോയിരിക്കാണോ? ടൂർ പോയി. എവിടെ പോയി? അടുത്ത് തന്നെയാ. എപ്പോ വരും? വന്നു കിടക. എന്താ അസുഖം വല്ലതാണോ? അസുഖമൊന്നുമല്ല, പക്ഷെ നല്ല സുഖമില്ല. നിങ്ങൾ കാര്യം പറയൂ. അല്ല, അവന് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. എവിടെ കിടക്കുന്നു? വീട്ടിലാണോ? വീട്ടിലല്ല, പക്ഷെ വീട്. നിങ്ങൾ വണ്ടി കയറും, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ പൊന്നു കൊച്ചേ, ഉള്ള സത്യം ഞാൻ പറയാം. അവൻ ഒരുപാട് പുളു കൊച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ ഇന്ന് വരെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആ വണ്ടി ബോട്ടൽ പറഞ്ഞത് ചാളി പറയും മുമ്പ് തന്നെ എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഗോപുവിനെ ഇഷ്ടമായി. ഗോപുവിന്റെ കുസൃതിയും. എന്നിട്ടും മീര. സംസാരമൊക്കെ എന്റെ ജോലി, രോഗി സംസാരിച്ചൂടാ. ഗോപു, എനിക്കും ആരുമില്ല. അമ്മ ആരാണെന്നറിയില്ല, അച്ഛനാരാണെന്നറിയില്ല. അച്ഛനും അമ്മയുള്ള കുട്ടികൾ ഊഞ്ഞാലാടുകയും കണ്ണുകെട്ടി കളിക്കുകയും ചെയ്യുമ്പോൾ അനാഥാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഞാൻ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. എന്താ എന്റെ ജാതി, ഏതാ എന്റെ മതം എനിക്കറിയില്ല. ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള ദൈവങ്ങളുടെ പേരുകളിട്ട് എന്നെ വിളിച്ചു ശകാരിക്കാൻ. എനിക്കൊരു ദൈവമേ ഉള്ളൂ ഗോപു. അനാഥാലയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ എന്റെ മമ്മി, എന്നെ ഇന്നത്തെ മീരയാക്കിയ എന്റെ മമ്മി. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വീട്ടിൽ ഞാനും എന്നെ പ്രസവിക്കാത്ത എന്റെ മമ്മിയും മാത്രം. ഞാൻ മമ്മിയോടെല്ലാം പറഞ്ഞു. മമ്മി ഗോപുവിനെ കാണണമെന്നും പറഞ്ഞിരിക്കുക. ചാളി ഗോപുവിനോടെല്ലാം പറഞ്ഞു. ഈ ഒരു പരുവത്തിൽ ഇവനെ മമ്മി കാണാതിരിക്കാൻ നല്ലത്. ഇവന്റെ ഈ പാച്ച് വർക്കൊക്കെ ഒന്ന് മാറ്റി ഇവന്റെ പഴയ രൂപത്തിൽ സുന്ദര കുട്ടപ്പനായി ഇവനെ ഞാൻ മമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചോളാം. എന്താ പോരെ? ചായ. He is handsome. I am happy with him, Meera. കുടിക്കാൻ എന്താ വേണ്ടത്? Meera, bring them something to drink, will you? Yes, Mommy. Mr. Gopu, Meera is a lovely child. അവളൊരു നല്ല കുട്ടിയാണ്. I am sorry. I have to leave her now. എനിക്ക് മടങ്ങിപ്പോകണം. To Australia. I am not coming back. ഗോപു, മീര ലവ് ഉണ്ടല്ലേ? എനിക്ക് മീര ഇഷ്ടമാണ്. That's nice. മീരയെ കല്യാണം കഴിച്ചൊക്കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഇനി ആർക്കാ കൊടുക്കുന്നത്? ഞാൻ ഇനി ആർക്ക് കൊടുക്കാനാ മോനെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. മീര വിത്ത് ഗോപു സ്റ്റൈൽ.
എന്താ വേണ്ടേ? കേറാം. ആ ആ എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? നല്ല ഫ്രണ്ട്സാ. കല്യാണത്തിന് തന്നെ കണ്ടതല്ലേ? ഗോപുവിനും മീരയ്ക്കും ഞങ്ങളൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. പിന്നെ പിന്നെ എന്തോന്ന് ബുദ്ധിമുട്ട്? വരും, അകത്തേക്ക് ഇരിക്കാം. അല്ല മീരെ, ഗോപു എഴുന്നിട്ടില്ലേ? ഗോപേട്ടൻ രാവിലെ പോയല്ലോ. എവിടെ? ഹോട്ടലിലേക്ക്. അല്ല, അപ്പോ ഗോപു ഹോട്ടലിലാണോ താമസം? അയ്യോ അല്ല, മമ്മിയുടെ ഹോട്ടലാ അത്. ഇനിയിപ്പോ ഗോപേട്ടൻ വേണ്ട എല്ലാം നോക്കാൻ. ഇന്ന് ചാർജ് എടുക്കുക. ഓഹോ. ഹലോ, എങ്ങോട്ടാ? ഗോപുവിനെ ഒന്ന് കാണണേ. ഗോപു അങ്ങനെ ആളിവിടെ ഇല്ലല്ലോ. അല്ല, ഹോട്ടൽ സീലാൻഡ് ഇത് തന്നെയല്ലേ? ആ, ഹോട്ടൽ സീലാൻഡ് തന്നെയാ. ഇതിന്റെ ഉടമസ്ഥൻ ഗോപു. ഓ, ഗോപകുമാർ സാർ. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇന്ന ദിവസം കാണാമെന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. ഗോപുവിനെ കാണാനേ ഞങ്ങൾക്ക് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അല്ലേ? അതെ. നിങ്ങളാരാ? സാറിന്റെ അളിയന്മാരാ? അളിയന്മാരാണോന്ന് ചോദിച്ചാൽ അളിയന്മാരല്ല, എന്നാ അളിയന്മാരാണ് താനും അല്ലേ? ഒന്ന് കയറുന്നേ. ഇത് കൊള്ളാണോ ഗോപു? നീ അന്നൊരിക്കൽ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ കുറച്ച് ദിവസത്തെ ടൂറിലായിരുന്നു. ഇന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, മീരയെ കണ്ടു. അപ്പോഴാ നീ ഇങ്ങോട്ട് പോന്നു പറഞ്ഞത്. നിങ്ങളെന്താ വീട്ടിൽ പോയത്? നേരെ ഇങ്ങോട്ട് പോന്നപ്പോഴായിരുന്നു. ഇത് മീരയുടെ ഹോട്ടലാ അല്ലേ? അപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾക്ക് എന്ത് പരിപാടി? നീ പോയ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, വെറുതെ റോഡിൽ കൂടെ നടക്കും. ഞങ്ങളാ മുറി വിട്ട് കേട്ടോ. 1-2 എടുത്ത് കയ്യിലുള്ള കാശും തീരാറായി. നീ പോയ പിന്നെ പഴയ തൊഴിൽ നിർത്തി. ഇവരല്ലേ കമ്പനി. ഉള്ളത് പറഞ്ഞ നിന്നെ കണ്ട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. നീ ഇവിടെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേരണം. എത്ര നാളെന്ന് കരുതിയാ ചുമ്മാ കുത്തിയിരിക്കുന്ന? പണിയെന്ന് പറഞ്ഞാലിപ്പോ ഹോട്ടലിൽ എന്ത് പണിയാ നിനക്ക് പറ്റിയത്? അങ്ങനെയൊന്നുമില്ല, എന്ത് പണിയാലും മതി. മാനേജറല്ലേ? ഒന്നാമത്തേക്ക് വരൂ. ഗോപേട്ടൻ ചെയ്തത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്താ അത്ര തെറ്റ്? അതല്ല ഗോപേട്ട, എത്രയായാലും ഗോപേട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ ചാളി ഉണ്ണിയും. അവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട ജോലി കൊടുക്കാമായിരുന്നില്ലേ? ജോലിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തേനെ. അവൻ പഴയ ഗോപു അല്ല ഉണ്ണി. നിന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ ഈ സപ്ലൈയുടെ ജോലി ചെയ്യുമായിരുന്നു. ഏയ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ചാർലി. എന്ത് ജോലി ചെയ്താലും വേണ്ടില്ല, എത്രയും വേഗം എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ഉണ്ണി, എന്റെ ശമ്പളത്തിന്റെ പകുതി ഞാൻ മാറ്റിവെക്കാം, നീ മാറ്റിവെക്കണം. അതൊരു നല്ല തുകയാവുമ്പോ നീ നാട്ടിൽ പോയി പെങ്ങളെ കെട്ടിച്ചയക്കണം. എന്താ? നിന്റെ പെങ്ങള് എന്റെ പെങ്ങളല്ലേ ഉണ്ണി? ഉണ്ണി, നമ്മൾ തമ്മിലെങ്കിലും ഒരകൽച്ച ഉണ്ടാവരുത്. ചാർലി, നീ പോയി കിടന്നു. രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? സൂപ്പർവൈസർക്ക് താഴെയാ പാവരിച്ചിരിക്കുന്നത്. നിയമങ്ങളും തെറ്റിക്കണ്ട. ഗുഡ് നൈറ്റ്.
മമ്മി പോയല്ലേ? ഓ, ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു മറന്നുപോയിരിക്കുമെന്ന്. നിന്റെ ഈ സംസാരത്തിന്റെ രീതി അത്ര ശരിയല്ല. എന്റെ സംസാരമാ തെറ്റിയത്. മമ്മി എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ? എനിക്ക് വരാൻ പറ്റുന്നൊരു ചുറ്റുപാടായിരുന്നില്ല. എന്ത് ചുറ്റുപാട്? നമുക്ക് ചുറ്റുപാട് ഉണ്ടാക്കി തന്ന മമ്മിയല്ലേ? മമ്മി യാത്രയ്ക്കാൻ എയർപോർട്ടിൽ വരാതിരുന്നത് ശരിയായില്ല ഗോപേട്ട. മമ്മിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഗോപേട്ടൻ വരാതിരുന്നതിൽ മമ്മിക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും ഗോപേട്ടനൊന്ന് വരാമായിരുന്നു. ഗോപേട്ടനെല്ലാം അറിയാലോ. എനിക്ക് വരാൻ പറ്റിയില്ല. തീർന്നല്ലോ. പറ്റുകയല്ല സ്വാമി. വെളുപ്പിന് 6 മുതൽ പാതിരാത്രി വരെ സപ്ലൈ ചെയ്തിട്ട് ഒന്ന് നടുവർത്താൻ കിടക്കുമ്പോഴാ വിറകിറക്കണം പോലും. പറ്റുകയല്ല. മദാമയുടെ ചോറ് പള്ളേ കുത്തി തുടങ്ങി അല്ലടാ. മിണ്ടായിരിക്കണം സ്വാമി. മോശാരത്തിനൊന്നുമല്ലോ, നല്ലോണം അധ്വാനിച്ച് തന്നെ. മര്യാദയ്ക്ക് വിറകിറക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല സ്വാമി, വിറക് നാളെ ഇറക്കിയാലും പോരെ? ഒരാഴ്ചത്തേക്കുള്ള വിറക് കീറിയിട്ടിട്ടുണ്ടല്ലോ. വിറകിറക്കിയോ കീറിയോ എന്നൊക്കെ അന്വേഷിക്കാനാ മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോ? പാതിരാത്രി വരെ ജോലി ചെയ്തിട്ടേ പിന്നെയും വിറകിറക്കണം എന്ന് പറയുന്നത് ശരിയായ തീരുമാനമാണോ? ഓ, അപ്പൊ നിയമാവലികളുമൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ, ആണെന്ന് വെച്ചോ. ഞാനേ ഗോപിനോട് നാളെ സംസാരിച്ചോളാം. സ്വാമിയുടെ പാട്ടിന് പോയിട്ട്. ഞാൻ എന്റെ പാട്ടിന് പോക്കോണം സാർ. ഇതുവരെയും ഒരു സപ്ലൈർ എന്നെ ഭരിക്കാൻ വന്നിട്ടില്ല. അതിനുള്ള അവസരം ഞാനൊട്ടുണ്ടാക്കി കൊടുത്തിട്ടുമില്ല. ഇത്രയും നാളും ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സപ്ലയർ പറയുന്നത് കേട്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇക്കണക്കിന് നിയമാവലിയുമായിട്ട് ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കാം യൂണിയനാകും, നമുക്കിതങ്ങ് അടച്ച് പൂട്ടുകയും ചെയ്യാം. ഉണ്ണെ ഞാൻ വിളിക്കുന്നു പറയും. ഉണ്ണെ, മുതലാളി വിളിക്കുന്നു. ആ, നീ എന്നെ വിളിച്ചോ? ഇന്നലെ രാത്രി നീ വലിയ ഭരണമായിരുന്നു കേട്ടു. എന്ത് ഭരണം? മാനേജറെ നിയമം പഠിപ്പിച്ചെന്നോ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നെന്നോ? ഗോപു, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അത്രയ്ക്ക് വലിയ കടപ്പാടൊന്നും എനിക്ക് നിന്നോടില്ലല്ലോ. പിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് തെണ്ടിത്തിരിയേണ്ടെന്ന് കരുതി പിടിച്ചു നിർത്തിയതാണ്. എനിക്ക് സപ്ലയറായ ജോലി എന്നതിൽ ഇത്രത്തോളം ഔദാര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഔദാര്യം ഉണ്ടടാ. ഒരു ചായ കുടിക്കാൻ ഗതിയില്ലായിരുന്നവനെ കൂടെ കൊണ്ടു നടന്ന് ചാപ്പാടും വാങ്ങിത്തന്ന് ജോലി ഉണ്ടാക്കി തന്നത് ഔദാര്യം തന്നെയാ. ഒരു മുതലാളിയെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. ഓ, ഞാൻ മുതലാളിയായി പോയതിൽ വലിയ മനപ്രയാസം ഉണ്ടല്ലേ? സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി. ഇവിടുത്തെ ജോലി നിനക്കൊരു ജീവിത മാർഗമാണെങ്കിൽ മാത്രം. എന്നെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരുത്തരും ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഹോട്ടൽ സപ്ലയറുടെ ജോലി എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ പോലും നേരത്തെ പരിചയപ്പെട്ടു പോയതുകൊണ്ട് ഒരു സപ്ലയർ മാത്രമായി നിന്റെ ഈ ഹോട്ടലിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. വരട്ടെ. ചാർലി, എന്താ ഉണ്ണി? ഒന്ന് പുറത്തേക്ക് വന്നേ. വന്നേ. എന്താ എന്ത് വെച്ചു ഉണ്ണി? ഞാൻ പോവാ ചാർലി. എന്താ കാര്യം? സന്തോഷം കൊണ്ട്. നമ്മുടെ ഗോപു താന്ന് പറഞ്ഞ പോലെ വലിയ മുതലാളിയായിരിക്കുക. അവൻ വല്ലതും പറഞ്ഞോ? നന്നായി പറഞ്ഞു. ഞാനവിടെ ചോദിക്കട്ടെ? വേണ്ട. എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് ഉള്ള മാനം കൂടെ വിട്ടിട്ട് വേണ്ടല്ലോ. നീ എങ്ങോട്ട് പോകുന്നു? തീരുമാനിച്ചിട്ടില്ല. നീ എവിടെ പോയാലും ഞാനെന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ പകുതി ശമ്പളം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചേക്കും. നിന്റെ മനസ്സിന്റെ പകുതി എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടാ മതി.
ഞാൻ എഴുതിയ പർച്ചേസ് ലിസ്റ്റിൽ വെട്ടാനും വരയ്ക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഞാൻ വെട്ടി മറിച്ചൊന്നുമില്ല. പിന്നെ എന്തോന്നാ? ആ, അത് പാലിന് 60 പാക്കറ്റ് എഴുതിയിട്ട് 40 പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് 20 പാക്കറ്റ് വെട്ടിയില്ലെങ്കിൽ അതിന്റെ വില കൂടെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, എന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ഏണി വെച്ച് ബാക്കിയുള്ളവന്റെ തോളിക്കയറാൻ നോക്കരുത്. എന്റെ ജോലി എന്താണെന്ന് എന്നെ നിയമിച്ച ആൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സാറ് പറഞ്ഞൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമില്ലോ, ഞാനൊന്ന് നോക്കട്ടെ. മൂപ്പിക്കല്ലേ സ്വാമി. മാറിയിക്കോ. നന്നായി സാറേ, ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ അയാൾ ഹോട്ടലിൽ വിഴുങ്ങും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ചാർലി, ഈ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടായ പ്രസ്ഥാനമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും വേണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലിന്റെ ചുമതല മാനേജർക്കാണ്. എന്നെ നീ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ മാനേജറെ നീ ബഹുമാനിച്ചേ പറ്റൂ. അത് ഈ ഹോട്ടലിന്റെ അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. രാവിലെ കാണുമ്പോൾ ഒന്ന് വിഷയം എന്ന് വെച്ച് പ്രത്യേകിച്ച് കുറവൊന്നും വരാനില്ലല്ലോ.